രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം വന്നത്. ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതിരുന്ന KSRTCയെ KB ഗണേഷ് കുമാർ മന്ത്രിയായി വന്ന ശേഷമായിരുന്നു മാറ്റിയെടുത്തത്. ലാഭകരമല്ലാത്ത റൂട്ടുകൾ ഒഴിവാക്കുകയും പകരം വരുമാനമുണ്ടാക്കുന്നതിനുള്ള മറ്റു വഴികൾ കണ്ടെത്തുകയും ചെയ്തു. നഷ്ടത്തിൽ നിന്നും കരകയറി വരുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ടൻ തീരുമാനം വന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതാണ് ഒരു പ്രഖ്യാപനം. അതേസമയം ഒരു കാലത്ത് ലാഭത്തിൽ മുന്നേറിയ കർണാടക RTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയായ ശക്തി കാരണം. 2,95 കോടിയിലധികം രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടം നികത്താൻ 20% വരെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ 38 മാസത്തെ വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ പണിമുടക്ക് ഭീഷണിയും കർണാടകയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ സമയത്താണ് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നത്. വെറുതെയല്ല രാഹുലിനെ അമൂൽ ബോയ് എന്ന് വിളിക്കുന്നതെന്നും രാഹുൽ പ്രധാനമന്ത്രിയാകാത്തത് പാകിസ്ഥാന്റെ കണ്ടകശനിയാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. കോൺഗ്രസ് ഈ മണ്ടൻ പ്രഖ്യാപനം പുനഃപരിശോധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.